അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ കെ മുരളീധരന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 2016 എനിക്ക് പിന്തുണ ലഭിച്ചു വട്ടിയൂർക്കൽ, അത് കുമ്മനം എതിർ സ്ഥാനാർത്ഥി വന്നുകൊണ്ടാണ്. പക്ഷേ 2019 മുതൽ കോൺഗ്രസിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇത് പറയുന്നു? മുരളീധരൻ അങ്ങനെ പറയുന്നത് അതെന്ത് ലക്ഷ്യമിട്ടാണ് എന്ന് വേണം നമുക്ക് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. എല്ലാം വിധിയുടെ വിളയാട്ടം. അതായത് 2026 നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു കാരണവശാലും ഭൂരിപക്ഷം കിട്ടരുത്. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കെ മുരളീധരൻ എത്ര കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ 3 രൂപയുടെ മെമ്പർഷിപ്പ് കൊടുക്കരുത് എന്ന് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ മുരളീധരൻ മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് വാശി പിടിച്ച ഒരാൾ ഞാൻ മാത്രമാണ് അന്ന് മുരളീധരനെ പിന്തുണച്ചത്. അതിങ്ങനെ ഒരു ആപ്പാവെന്ന് ഞാൻ കരുതി. സർവശ്രീ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ അതുപോലെ VD സതീശനോ കേരളത്തിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാകാൻ പാടില്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. കെ മുരളീധരൻ അങ്ങനെ അത് ലാക്കാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇന്നൊരു മുഖ്യമന്ത്രി വരേണ്ടതില്ല എന്നത് ലാക്കാക്കൊണ്ട് ഇങ്ങനെ മറ്റുള്ള ആരും അധികാരത്തിലേക്ക് വേണ്ട, എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്നൊക്കെ ഒരു നിലപാടിലേക്ക് എത്തുവോ? അങ്ങനെ കരുതണോ? നടക്കില്ല. അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല. സെൽവം എന്നെ കുത്തുവാള ഇടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ.